ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കെല്ലാവർക്കും അറിയാം, ഡോക്ടർമാരുടെ എഴുത്ത്. ഇത് നമ്മളിപ്പം ഡോക്ടർമാരിങ്ങനെ എഴുതുന്ന എഴുത്ത് ഇപ്പോൾ സാധാരണ ആൾക്കാർക്ക് ആ ഇംഗ്ലീഷ് വായിക്കാൻ പറ്റത്തില്ല. പക്ഷേ അത് മെഡിക്കൽ സ്റ്റോറുകാരന് വളരെ കൃത്യമായിട്ടത് വായിക്കും. അതിൻ്റെ സംഗതി എനിക്ക് തോന്നുന്നത് ഈ ഡോക്ടർമാർ എഴുതുന്ന മരുന്ന് ഒരു പക്ഷേ ആ രോഗിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ രോഗി ഒരിക്കലും ഡോക്ടറെ കാണാൻ വരേണ്ട ആവശ്യമില്ല. ആ മരുന്ന് ആ രോഗി ഇന്നതിനുള്ളതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ 100% അത് മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് വാങ്ങിക്കാം. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർമാർ വളരെ കൃത്യമായിട്ട് അവരുടെ സിമ്പലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കും. അത് കൃത്യമായിട്ട് ഫാർമസിസ്റ്റിന് അത് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ പണ്ട് മുതലേ ഇങ്ങനെയുള്ളതാണ് ഡോക്ടർമാരുടെ കയ്യെഴുത്തിനെ പറ്റി, ഡോക്ടർമാരുടെ ഇതിനെപ്പറ്റി. പക്ഷേ ഇപ്പോഴൊക്കെ ഇപ്പോഴൊക്കെ ഡോക്ടർമാർ വളരെ കൃത്യമായിട്ട് എഴുതി തരുന്നുണ്ട്. ആ എഴുത്ത് സാധാരണക്കാർക്കും വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റോറുകാരന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതിൽ നോർമൽ പീപ്പിളിന് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പണ്ടത്തേതിലും അത് തന്നെയല്ല, ഇപ്പം പ്രിൻ്റഡ് രീതിയിലുള്ള ലെറ്റേഴ്സ് ഒക്കെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് തന്നെയല്ല, ഇപ്പോൾ ഒരുപാട് മരുന്നുകളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ രോഗികൾക്കൊന്നും പെട്ടെന്ന് കണ്ടുപിടിക്കും. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു 2-3 മരുന്ന് മാത്രമേ കാണത്തുള്ളായിരിക്കും. അതുപോലെ അതൊക്കെ ഒരുപാട് കാരണങ്ങളാണ്. പക്ഷേങ്കിൽ അത് വർഷങ്ങളായിട്ട് ഡോക്ടേഴ്സ് ഫോളോ ചെയ്തുകൊണ്ട് വരുന്ന ഒരു മെത്തേഡാണ് ഇങ്ങനെ റൈറ്റ് ചെയ്യുക എന്നുള്ളത്. റൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫുൾ എഴുതി കൊടുക്കാതെ അത് ജസ്റ്റ് അവർക്ക് ആ ഫാർമസിസ്റ്റിന് മനസ്സിലാവുന്ന രീതിയിൽ മാത്രം എഴുതി കൊടുക്കുന്ന രീതി. കാരണം ഇത് ഒരുപാട് പേര് വായിക്കേണ്ട കാര്യമില്ല. ഒരു മരുന്ന് എഴുതി കൊടുത്താൽ ഉള്ളി ഫാർമസിസ്റ്റ്, അല്ലാതെ ലോകം മുഴുവനുള്ള ആൾക്കാരെ വായിച്ച് അത് തൃപ്തരാക്കേണ്ട ആവശ്യം ഒരു ഡോക്ടേഴ്സിനില്ല. ആ ഫാർമസിസ്റ്റിന് അല്ലെങ്കിൽ ഫാർമസി ആൾക്കാർക്ക് മനസ്സിലാക്കുക മാത്രം ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഒരുപാട് കാരണങ്ങളും അതിനുണ്ട്. പക്ഷേ അതൊക്കെ കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു എഴുത്ത് മിക്ക ഡോക്ടർമാരും എഴുതുന്ന എഴുത്തിന് വളരെ വ്യത്യസ്തമാണ്. അത് തന്നെയല്ല, ഈ എഴുതുന്നത് വളരെ അക്ഷരങ്ങൾ പെറുക്കി എഴുതുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഒരുപാട് ടൈം എടുക്കുകയും ചെയ്യും. ടൈം എടുക്കുകയെന്ന് പറഞ്ഞാൽ ഒരു രോഗിയെ ചികിത്സിച്ച് കഴിഞ്ഞ് അടുത്ത കുറിപ്പിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് പോകാമെന്ന് പറഞ്ഞാൽ അടുത്ത രോഗിയെ നോക്കേണ്ട സമയം. അപ്പോൾ ജസ്റ്റ് സിമ്പിൾസ് മാത്രം ഇട്ട് ജസ്റ്റ് അതിൻ്റെ ഇതൊക്കെ കാര്യങ്ങൾ പെട്ടെന്ന് എഴുതി കഴിഞ്ഞാൽ രോഗിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ രോഗിക്ക് പെട്ടെന്ന് മരുന്ന് കിട്ടുകയും ചെയ്യും. അത് തന്നെയല്ല, പെട്ടെന്ന് എമർജൻസി ആയിട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് എഴുതി കൊടുക്കാനൊക്കെ അക്ഷരങ്ങൾ പെറുക്കി എഴുതുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അതൊക്കെ കൊണ്ടാണ് ഇങ്ങനൊരു സിസ്റ്റത്തിലേക്ക് വന്നത്.